വേനൽക്കാലം എത്തിക്കഴിഞ്ഞു ആൻഡ് അത് നമ്മുടെ സ്കിന്നിനെയും ബോഡീനെയും ഹെയറിനെയൊക്കെ നല്ലപോലെ എഫക്റ്റ് ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട്. സോ ഈ ഒരു ചൂടും വെയിലും ഒക്കെ ഒന്ന് കുറച്ചുകൂടെ മാനേജബിൾ ആക്കാൻ വേണ്ടിയിട്ട് സമ്മർ എസെൻഷ്യൽന്ന് എനിക്ക് തോന്നുന്ന കുറച്ച് പ്രോഡക്ട്സും പിന്നെ കുറച്ച് ടിപ്സുമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് അഞ്ജു. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ യു മോസ്റ്റ് വെൽക്കം ടു മൈ ചാനൽ. ക്ലൈമറ്റ് മാറി ചൂട് ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ അതിനനുസരിച്ചുള്ള ചേഞ്ചസ് നമ്മുടെ സ്കിന്നിലും ബോഡിയിലൊക്കെ നമുക്കും കാണാൻ പറ്റുന്നുണ്ട്. എന്നിട്ട് മുഖമൊക്കെ ഭയങ്കര ഓയിലി ആവാണ്, സ്കിന്നൊക്കെ ടാൻഡ് ആവാണ്. ഇതുപോലത്തെ പല പല സമ്മർ റിലേറ്റഡ് പ്രശ്നങ്ങളും ഇനി വരും മാസങ്ങളിൽ നമുക്കുണ്ടാവും. സോ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് ഈ ഹീറ്റ് ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സും ടിപ്സുമാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. എല്ലാ പ്രോഡക്ട്സും നിങ്ങൾ വാങ്ങണമെന്ന് ഞാൻ പറയില്ല. അക്കോർഡിംഗ് ടു യുവർ നെസസറി റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് മേടിക്കുക. ബട്ട് സൺസ്ക്രീൻ ഈസ് നോൺ നെഗോഷ്യബിൾ. വാങ്ങിച്ചേ പറ്റുള്ളൂ. പ്ലീസ് ടു ബൈ എ ഗുഡ് സൺസ്ക്രീൻ. ഫസ്റ്റ്ലി പ്രൊട്ടക്റ്റ് യുവർ സെൽഫ് ഫ്രം ഹീറ്റ്. ദാറ്റ് ഈസ് നമ്മൾ പുറത്തിറങ്ങാൻ നേരത്ത് മാക്സിമം 10 to 3 ആ ഒരു ടൈമിലൊന്നും പുറത്തിറങ്ങാതിരിക്കാൻ ശ്രമിക്കുക. പക്ഷേ എല്ലാവർക്കും അത് പറ്റിയെന്ന് വരില്ല. സോ അങ്ങനെ പുറത്തിറങ്ങുന്ന ഒരു സിറ്റുവേഷൻ ആണ് എന്നാണെങ്കിൽ പ്ലീസ് ഡു പ്രൊട്ടക്റ്റ് യുവർ സെൽഫ് ഫ്രം ഹീറ്റ്. ദാറ്റ് ഈസ് കൊട, ഹാറ്റ് ഓർ സ്കാർഫ് ഒക്കെ വെച്ചിട്ട് നമ്മൾ മുഖം ഒന്ന് കവർ ചെയ്യുക. വെയിൽ ഡയറക്റ്റ്ലി നമ്മുടെ ഫേസിൽ അടിക്കാതിരിക്കാൻ നോക്കുക. ആൻഡ് ഓഫ് കോഴ്സ് സൺഗ്ലാസ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണ്. ഞാൻ ഒരു സൺഗ്ലാസ് ഇടാൻ കുറച്ച് മടിക്കുന്ന ഒരു കൂട്ടത്തിലാട്ടോ. എനിക്ക് പുറത്തിറങ്ങുന്ന നേരത്തെ ഇങ്ങനെ സൺഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് പോകുന്ന ഇച്ചിരി എന്തോ ഒരു ചമ്മലുള്ള കൂട്ടത്തിലാണ്. എന്നെ പോലെ തന്നെ ഉള്ളവർ കുറച്ച് പേരെങ്കിലും കാണും എന്ന് എനിക്ക് തോന്നുന്നു. ഈ ഹീറ്റ് ബോഡീനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു അതേപോലെ തന്നെ നമ്മുടെ കണ്ണൊക്കെ ഡ്രൈ ആക്കാനും ഒക്കെ ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് ഒരു മടിയും വിചാരിക്കാതെ സൺഗ്ലാസ് ഇട്ടിട്ട് തന്നെ പുറത്ത് പോകാൻ പ്രത്യേകം ശ്രമിക്കും. ആൻഡ് ഓഫ് കോഴ്സ് സമ്മർ എസെൻഷ്യലിനെ കുറിച്ച് പറയാൻ നേരത്ത് ഒരിക്കലും നമുക്ക് വിട്ടു കളയാൻ പറ്റത്തില്ലാത്തൊരു പ്രൊഡക്റ്റാണ് സൺസ്ക്രീൻ. ഇതുപോലത്തെ ചൂടിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടണമെങ്കിൽ SPF 50 എങ്കിലും മിനിമം വേണം കേട്ടോ. ആൻഡ് മുഖത്ത് മാത്രമല്ല ബോഡിക്കും ലിപ്സിനും നമ്മൾ സൺ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു ബോഡി സൺസ്ക്രീനും മേടിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫേസ് സൺസ്ക്രീൻ തന്നെ ബോഡിയിലും ദാറ്റ് ഇസ് കയ്യിലെ ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. കയ്യിലും കാലിലും ഒക്കെ മേജർലി സൺ എക്സ്പോസ്ഡ് ആവുന്ന ഏരിയാസ് എങ്കിലും ഒന്ന് കവർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. ആൻഡ് ലിപ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും SPF ഉള്ള ഒരു ലിപ് ബാം ഇടാൻ ശ്രമിക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ ലിപ്സ്റ്റിക് ഇടാവുന്നതാണ്. പുറത്തിറങ്ങുന്നതിന് ഒരു 10 to 15 minutes മുമ്പെങ്കിലും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. ആൻഡ് റീഅപ്ലൈ ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. എവറി 2 to 3 hours ഉറപ്പായിട്ടും റീഅപ്ലൈ ചെയ്യുക. പ്രൊഡക്റ്റ് റെക്കമെൻഡേഷൻസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ പ്ലീസ് ഡു ചെക്ക് ദാറ്റ് ഔട്ട്. പറ്റുകയാണെങ്കിൽ ആ ലിങ്ക് ത്രൂ തന്നെ മേടിക്കാൻ വേണ്ടി ശ്രമിക്കുക. സെക്കൻഡ് പോയിന്റ്, സിംപ്ലിഫൈ യുവർ സ്കിൻ കെയർ റൂട്ടീൻ. ഈ സമ്മർ സീസണിൽ സ്കിൻ കെയർ എത്ര സിമ്പിളായിട്ട് വെക്കാൻ പറ്റുമോ അത്രയും നല്ലതായിരിക്കും കേട്ടോ. പ്രോഡക്ട്സ് ഉറപ്പായും ഓയിൽ ഫ്രീ ആണ് ആൻഡ് ലൈറ്റ് വെയ്റ്റ് ആണ്. മോസ്റ്റ്ലി ഒരു ജെൽ ടെക്സ്ചർ ആണെങ്കിൽ ഇറ്റ് വുഡ് ബി ബെറ്റർ. ഞാൻ ഈച്ച് പ്രോഡക്ട്സ് എടുത്ത് പറയുന്നില്ല. നിങ്ങൾക്ക് റെക്കമെൻഡേഷൻസ് വേണമെന്നാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ സമ്മർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് ക്ലെൻസേഴ്സും മോയ്സ്ചറൈസേഴ്സും ഒക്കെ മെൻഷൻ ചെയ്യാം കേട്ടോ. സോ യു ക്യാൻ ചൂസ് അക്കോർഡിംഗ്ലി. ഈ സമ്മർ ടൈമിൽ സ്പെഷ്യലി എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ദാറ്റ് ഇസ് AHAs BHAs ഒക്കെ ഉള്ള പ്രോഡക്ട്സ് നമ്മൾ ഈ സമ്മർ ടൈമിൽ യൂസ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് ഫേസ് മാസ്കിൻ്റെ ഫോമിലോ അല്ലെങ്കിൽ ഒരു ടോണറിൻ്റെ ഫോമിലോ ഒക്കെ AHAs BHAs നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓയിലി സ്കിൻ ടൈപ്പ് ഉള്ളവരാണെങ്കിൽ BHA ദാറ്റ് ഇസ് സാലിസിലിക് ആസിഡ് ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ. തേർഡ്, ബോഡി കെയർ എസെൻഷ്യൽ. ഫസ്റ്റ്ലി ഐ വുഡ് സേ ബോഡി കെയർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഡ്യൂറിങ് സമ്മർ ബിക്കോസ് നമ്മൾ ബോഡി ഓർഡർ എന്ന് പറയുന്ന ഒരു പ്രശ്നം മേജർലി വരുന്നത് ഈ ഒരു സമ്മർ ടൈമിലാണ്. എനിക്കും ബോഡി ഓർഡർ ഇഷ്യൂ ഉള്ള ഒരു കൂട്ടത്തിലാണ്. അതുകൊണ്ട് ഐ കംപ്ലീറ്റ്ലി അവോയ്ഡഡ് ഈ സിന്തറ്റിക് മെറ്റീരിയലിലുള്ള ക്ലോത്ത്സ് ഞാൻ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തു. മോസ്റ്റ്ലി ഒരു 80% ഞാൻ കോട്ടൺ ഡ്രസ്സസ് തന്നെയാണ് സമ്മറിൽ ഇടാറ്. ആൻഡ് ഇറ്റ് മേക്സ് എ ഹ്യൂജ് ഡിഫറൻസ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ബോഡി ഓർഡറിന് പ്രശ്നമുള്ളവരാണെങ്കിൽ കോട്ടൺ ഡ്രസ്സസ് നിങ്ങൾ കൂടുതൽ പ്രിഫർ ചെയ്ത് നോക്കൂ. അത്രയ്ക്ക് ബോഡി ഓർഡറിൻ്റെ ഇഷ്യൂ ഉണ്ടാവില്ല കമ്പയർഡ് ടു ദി സിന്തറ്റിക് ക്ലോത്ത്സ്. ഓക്കെ, ബോഡി ഓർഡറിന് നല്ലൊരു ലെവൽ വരെ കൺട്രോൾ ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ അണ്ടർ ആംസ് ഷേവ് ചെയ്യുക, അണ്ടർ ആംസ് ക്ലീൻ ചെയ്ത് വെക്കുക എന്നുള്ളത്. ഷേവ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഷേവ് ചെയ്യാം. ഞാൻ അതാണ് ചെയ്യുന്നതും. വേറെ ഏതെങ്കിലും മെത്തേഡാണ് നിങ്ങൾ അണ്ടർ ആംസ് ഹെയർ റിമൂവലിന് വേണ്ടി ചൂസ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ്സ് യുവർ പ്രിഫറൻസ്. ബട്ട് റെഗുലറായിട്ട് മുടി അധികം വളരാൻ കാത്തു വെക്കാതെ റെഗുലറായിട്ട് ആ ഒരു ബോഡി ഹെയർ റിമൂവൽ നമ്മൾ ചെയ്യാം കേട്ടോ. മുടി എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ബോഡി ഓർഡർ കൂടുതലായിരിക്കും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. സോ അണ്ടർ ആംസ് നല്ല ക്ലീൻ ആയിട്ട് വെക്കുക. അതും ബോഡി ഓർഡറിനെ ഒരുവിധം നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നെക്സ്റ്റ് ഓഫ് കോഴ്സ്
ഡിയോഡറൻസും പെർഫ്യൂംസും. നിങ്ങൾ സൺസ്ക്രീൻ എത്ര ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നോ ഈ സമ്മർ ടൈമിൽ എനിക്ക് തോന്നുന്നു സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോഡക്റ്റ് ഇസ് ഡിയോഡറൻറ്റ് ആൻഡ് പെർഫ്യൂംസ്. പ്ലീസ് ഡു നോട്ട് ഇഗ്നോർ ദാറ്റ്. ഒരു നല്ലൊരു ഡിയോ യൂസ് ചെയ്യുക കുളിച്ച് കഴിഞ്ഞിട്ട്. ആൻഡ് പെർഫ്യൂംസ് എപ്പോഴും നമ്മൾ പുറത്ത് പോകുന്നതിന് മുന്നേ യൂസ് ചെയ്യുക. ഞാൻ എപ്പോഴും പെർഫ്യൂംസ് റീഅപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു ട്രാവൽ സൈസ് പെർഫ്യൂം എപ്പോഴും എൻ്റെ ബാഗിൽ ക്യാരി ചെയ്യാറുണ്ട്. ആൻഡ് ഇറ്റ് ഹെൽപ്സ് എ ലോട്ട്. നമുക്ക് പേഴ്സണലിയും നമ്മൾ നല്ലപോലെ സ്മെൽ ചെയ്യാൻ നേരത്ത് നമുക്കൊരു കോൺഫിഡൻസും നമുക്ക് എന്താ പറയുക ഒരു മൂഡ് ലിഫ്റ്റിംഗ് ഒരു സംഭവമാണത്. അതേപോലെ തന്നെ വെൻ വി സ്മെൽ ബാഡ് അത് ചുറ്റിനുള്ളവർക്കും എഫക്റ്റ് ചെയ്യും. സോ പ്ലീസ് ഡു യൂസ് എ ഡിയോഡറൻറ്റ് ആൻഡ് പെർഫ്യൂം. 4th പോയിന്റ്, ഹെയർ കെയർ. ഹെയറും സമ്മർ ടൈമിൽ നല്ലപോലെ എഫക്റ്റഡ് ആയിട്ടുള്ളൊരു പാർട്ട് തന്നെയാണ്. ബിക്കോസ് ഈ സൺ എക്സ്പോസ്ഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഹെയർ ഭയങ്കരമായിട്ട് ഫ്രിസി ആൻഡ് ഡ്രൈ ഒക്കെ ആയിട്ട് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ ഇനീഷ്യലി തന്നെ മെൻഷൻ ചെയ്ത പോലെ തന്നെ പ്രൊട്ടക്റ്റ് യുവർ സെൽഫ്. അതല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ മുടിയിൽ ഹെയർ സീറം എപ്പോഴും യൂസ് ചെയ്യുക. ദാറ്റ് ഈസ് കുളിച്ച് കഴിഞ്ഞിട്ട് എപ്പോഴും ഹെയർ സീറംസ് യൂസ് ചെയ്യുക. സോ അത് നമ്മുടെ മുടീനെ ഒന്നുകൂടെ മാനേജബിൾ ആക്കും. ഇപ്പോൾ ഹെയർ സീറംസിലും SPF ഉള്ള ഹെയർ സീറംസ് ഉണ്ട്. ദാറ്റ് വുഡ് ബി എ ബെസ്റ്റ് ചോയ്സ്. സോ ഞാൻ പ്രോഡക്റ്റ് റെക്കമെൻഡേഷൻ ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി ഹെയർ വാഷിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളെപ്പോഴും ഒരു ഓൾട്ടർനേറ്റീവ് ഡേയ്സ് എങ്കിലും ഹെയർ വാഷ് ചെയ്യണം. ബിക്കോസ് അതുപോലത്തെ ചൂടാണ് നമ്മുടെ സ്കാൽപ്പിലും നല്ലപോലെ നമ്മൾ സ്വെറ്റ് ചെയ്യും. ആൻഡ് അത് ഡേർട്ടൊക്കെ അവിടെ കളക്ട് ചെയ്യാൻ ഒക്കെ കാരണമാവും. ആൻഡ് ഇവൻച്വലി അത് ഹെയർ ഫോളിനും ഡാൻഡ്രഫിനും ഒക്കെ ഒരു റീസണായി മാറും. സോ ഓൾട്ടർനേറ്റീവ് ഡേയ്സ് എങ്കിലും ഹെയർ വാഷ് ചെയ്യുക ഈ ഒരു സമ്മർ സീസണിൽ. ദാറ്റ് ഇസ് ആഴ്ചയിൽ ഒരു 3 തവണയെങ്കിലും നമ്മൾ മിനിമം ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ആൻഡ് ആ ഒരു 3 തവണയിൽ 2 തവണ ജെൻറ്റിലായിട്ടുള്ള ഒരു ഷാംപൂ വെച്ചിട്ട് ഹെയർ വാഷ് ചെയ്യുക. ആൻഡ് നമ്മൾ എണ്ണയൊക്കെ തേക്കുന്ന ദിവസമൊക്കെ കുറച്ച് നല്ലപോലെ എക്സ്ഫോളിയേറ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ലൊരു ക്ലാരിഫയിങ് ഷാംപൂ യൂസ് ചെയ്ത് തന്നെ ഹെയർ വാഷ് ചെയ്യുക. ദാറ്റ് ഇസ് ഡീപ്ലി ക്ലീൻ ചെയ്യുന്ന ഒരു ഷാംപൂ വെച്ച് തന്നെ ഹെയർ വാഷ് മിനിമം വൺസ് എ വീക്കെങ്കിലും ചെയ്യുക. പിന്നെ 5ാമത് ഞാൻ മെൻഷൻ ചെയ്യാൻ പോകുന്നത് കുറച്ച് അഡീഷണൽ പ്രൊഡക്ട്സ് ആണ്. ഇതൊന്നും മാൻഡേറ്ററി എന്ന് ഞാൻ പറയില്ല, പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. ഫസ്റ്റ് വൺ ഇസ് ഫേസ് മിസ്റ്റ്. ഇതുപോലത്തെ എന്തെങ്കിലും ഒരു സ്പ്രേയോ ഫേസ് മിസ്റ്റോ ഹാൻഡി ആയിട്ട് വെക്കുക. നിങ്ങൾക്ക് ബേസിക് ആയിട്ട് വേറെ സ്കിൻ പ്രോബ്ലംസ് ഒന്നും ഇല്ല എന്നാണെങ്കിൽ യു ക്യാൻ യൂസ് എ റോസ് വാട്ടർ. ഇത് പ്യോർലി റിഫ്രഷിങ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കര ഇൻഫ്ലെയിംഡോ അല്ലെങ്കിൽ ഹീറ്റ് കാരണം കുറച്ച് റെഡൊക്കെ ആയിട്ടുണ്ടെങ്കിൽ മുഖം ഇതുപോലത്തെ ഫേസ് മിസ്റ്റ് നല്ലപോലെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഞാൻ ഇത് ഫ്രിഡ്ജിലാണ് വെക്കാറ്. സോ പുറത്തൊക്കെ പോയിട്ട് വന്നിട്ട് ഫ്രിഡ്ജിൽ നിന്ന് ഇതെടുത്ത് മിസ്റ്റ് ചെയ്യുമ്പോൾ ഒരു സുഖമുണ്ട് മോനെ. സോ അടിപൊളി പ്രൊഡക്റ്റാണ്. പേഴ്സണലി റോസ് വാട്ടറിൽ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ഒരു മിസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉള്ളൊരു മിസ്റ്റാണ്. ഇത് ഫേസിനും ബോഡിയിലൊക്കെ യൂസ് ചെയ്യാം നമുക്ക്. ഇതും എഗെയിൻ ഈ പുറത്തൊക്കെ പോയി കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ ഒക്കെ നമ്മൾ ഇതൊന്ന് അടിക്കുകയാണെങ്കിൽ ഭയങ്കര നല്ലതായിരിക്കും. സ്കിൻ ഇറിറ്റേറ്റഡ് ഒക്കെ ആണെങ്കിൽ സൂതൻ ചെയ്യാനൊക്കെ ഇത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും കേട്ടോ. നിങ്ങൾക്ക് ആക്നെ ഒക്കെ ഉണ്ടെന്നാണെങ്കിൽ ഐ വുഡ് സേ ഗോ ഫോർ ദിസ് വൺ. നെക്സ്റ്റ് പ്രോഡക്റ്റ് കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ സ്കിൻ കെയർ ജേണിയിൽ കൂടെയുള്ള ഒരു പ്രൊഡക്റ്റാണ് അലോവേര ജെൽ. ഇത് ആക്ച്വലി എർത്ത് റിതമിൻ്റെ സിക്ക ആൻഡ് അലോ ജെൽ കേട്ടോ. എനിക്ക് പ്യോർ അലോവേര ജെല്ലിനെക്കാളും ഐ പ്രിഫർ ദിസ് വൺ. ബിക്കോസ് സിക്കയുടെ ബെനിഫിറ്റ്സും കൂടെ വരുമ്പം ഇറ്റ് ഈസ് ലൈക്ക് ആഡ് ഓൺ ബെനിഫിറ്റ്സ് ഉള്ളൊരു പ്രൊഡക്റ്റാണ്. ഇപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ നമ്മുടെ മുഖം ഭയങ്കര റെഡാണ് ഓർ ഹീറ്റിൻ്റെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഇറിറ്റേറ്റഡ് ആണ് എന്നൊക്കെ ആണെങ്കിൽ സ്കിൻ ഒന്ന് കാം ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു പ്രൊഡക്റ്റാണ് അലോവേര ജെൽ. എഗെയിൻ ഇതും ഞാൻ ഫ്രിഡ്ജിൽ തന്നെയാണ് സ്റ്റോർ ചെയ്യാറ്. സോ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞാൻ ഇത് പെട്ടെന്ന് വന്ന് ഒന്ന് റോസ് വാട്ടറൊക്കെ സ്പ്രേ ചെയ്ത് പെട്ടെന്ന് ഇതെടുത്തൊന്ന് ഒരു മാസ്ക് പോലെ നല്ല രീതിയിലൊന്ന് തിക്കായിട്ട് അപ്ലൈ ചെയ്ത് വെക്കും കേട്ടോ കുറച്ച് നേരത്തേന്. അതിനുശേഷം പിന്നെ ഞാൻ അത് കഴുകിക്കളയും. പ്ലമ്മിൻ്റെ പ്യോർ അലോവേര ജെല്ല് ഇഷ്ടമാണ്. ബട്ട് ഐ പ്രിഫർ ദിസ് വൺ മോർ ബിക്കോസ് ദിസ് ഹാസ് ആഡഡ് ബെനിഫിറ്റ്സ് ഓഫ് സിക്ക. നിങ്ങൾക്ക് ഈ ഒരു ജെല്ല് ഫേസ് ഷേവ് ചെയ്യാൻ നേരത്തോ ബോഡി ഷേവ് ചെയ്യാൻ നേരത്തോ അല്ലെങ്കിൽ ബോഡിയിൽ ഇപ്പോൾ എന്തെങ്കിലും രീതിയിൽ ഇറിറ്റേറ്റഡ് ആണെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. അടുത്തത് ഒരു ക്ലേ മാസ്ക് ആണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക. നമ്മുടെ സ്കിന്നിൽ ഈ സമ്മർ ടൈമിൽ ഭയങ്കരമായിട്ട് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യും ആൻഡ് ക്ലോഗ്ഡ് പോസ് ഒക്കെ ഭയങ്കര കോമൺ ആയിട്ടുള്ളൊരു ഇഷ്യൂ ആയിരിക്കും സമ്മർ ടൈമിൽ. സോ അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു പ്രൊഡക്റ്റാണ് ഇതുപോലത്തെ ക്ലേ മാസ്ക്. എനിക്ക് ഇഷ്ടമുള്ള വേറെയും കുറേ ഫേസ് മാസ്ക് ഞാൻ ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു നല്ലൊരു ക്ലേ മാസ്ക് വൺസ് ഇൻ എ വീക്ക് ഓർ നിങ്ങൾക്ക് ഓയിലി സ്കിൻ ആണെങ്കിൽ മേ ബി ട്വൈസ് ഇൻ എ വീക്ക് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നെക്സ്റ്റ് ഒരു ബോഡി ടാൻ റിമൂവൽ പ്രൊഡക്റ്റ്.
ഇത് എവർ യൂത്തിൻ്റെ ടാൻ റിമൂവൽ ചോക്ലേറ്റ് ആൻഡ് ചെറി ഫേസ് പാക്കാണ്. ഞാനിത് ഫേസിലല്ല ബോഡിയിലാണ് യൂസ് ചെയ്യാറുള്ളത്. എനിക്ക് ഡോക്ടർ ഷേത്തിൻ്റെ ഇതുപോലത്തെ ഒരു ക്ലേ മാസ്ക് വരും ഫോർ ബോഡി ടാൻ, അതും എനിക്കിഷ്ടമാണ്. ഇതുപോലത്തെ എന്തെങ്കിലും ഒരു ബോഡി ടാനിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. ജനറലി ഞാൻ ഫേസിന് വേണ്ടിയിട്ട് അങ്ങനെ ടാൻ റിമൂവൽ എന്ന് പറഞ്ഞൊന്നും ചെയ്യാറില്ല. എൻ്റെ ജനറൽ സ്കിൻ കെയർ യൂസ് ചെയ്ത് തന്നെ ഫേസിൽ ടാൻ മാറാറുണ്ട്. ബട്ട് ബോഡിക്ക് ഇതുപോലത്തെ എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഹെൽപ്പ് ഞാൻ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. സോ ഇതുപോലത്തെ ഏതെങ്കിലും ഒരു ടാൻ റിമൂവൽ ഫേസ് പാക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ബോഡി പാക്കിൻ്റെ കാര്യത്തിൽ DIY ഈസ് ഓൾസോ ഗുഡ്. ഞാൻ ജനറലി ഇടയ്ക്കെപ്പോഴെങ്കിലും യൂസ് ചെയ്യാറുണ്ട്. തൈര്, കടലമാവ്, കുറച്ചൊരു മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ള പാക്ക് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഹാസ് വർക്ക് ടു. ബട്ട് എഗെയിൻ ഇതുപോലത്തെ ടാൻ റിമൂവൽ പ്രോഡക്ട്സ് എപ്പോഴും യൂസ് ചെയ്യാൻ തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യണം, എങ്കിൽ മാത്രമേ ബെനിഫിറ്റ്സ് നമുക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ. അടുത്തത് എഗെയിൻ ബോഡി കെയറിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് എക്സ്ഫോളിയേറ്റിംഗ് ബോഡി സ്ക്രബ്സ് ഓർ എക്സ്ഫോളിയേറ്റിംഗ് ബോഡി വാഷസ് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഈ സമ്മർ ടൈമിൽ. ഞാൻ പേഴ്സണലി ഒരു ബോഡി വാഷ് ലവറാണ്. ആൻഡ് എക്സ്ഫോളിയേറ്റിംഗ് ബോഡി വാഷിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഐ ലൈക്ക് ഡവ് എക്സ്ഫോളിയേറ്റിംഗ് ബോഡി വാഷ്. അതിൽ ചെറിയ എന്താ പറയുക, ചെറിയ തരിയുണ്ട്. ഇറ്റ് ഈസ് വെരി ജെൻറ്റിൽ. സോ ജെൻറ്റിലായിട്ട് നമ്മുടെ ബോഡിക്ക് എക്സ്ഫോളിയേഷൻ അത് പ്രൊവൈഡ് ചെയ്യും. ഐ റിയലി ലൈക്ക് ദാറ്റ് ബോഡി വാഷ്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ AHAs BHAs ഒക്കെ ഉള്ള ബോഡി വാഷസും അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് അതും യൂസ് ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു സമ്മർ ടൈമിൽ എന്തെങ്കിലും എക്സ്ഫോളിയേറ്റിംഗ് പ്രോപ്പർട്ടീസ് ഉള്ള ഒരു ബോഡി വാഷ് യൂസ് ചെയ്യുന്നത് നന്നായിരിക്കും. ആൻഡ് ഇഫ് നോട്ട് എ ബോഡി വാഷ്, നിങ്ങൾക്ക് ബോഡി സ്ക്രബ്സ് ഇൻകോപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. ദാറ്റ് ഈസ് വീക്ക്ലി വൺസ് ഒക്കെ നിങ്ങൾക്ക് ബോഡി സ്ക്രബ്സ് യൂസ് ചെയ്യാം. എഗെയിൻ ഇതുപോലത്തെ എക്സ്ഫോളിയേറ്റിംഗ് ബോഡി സ്ക്രബ്സ് അവൈലബിൾ ആണ്, അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇനി അതല്ലാതാണെങ്കിൽ ഹോം റെമഡി ഈസ് ഓൾസോ ഫൈൻ. കോഫി പൗഡർ ഉണ്ടല്ലോ, ഫിൽറ്റർ കോഫി ഒക്കെ ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കോഫി പൗഡേഴ്സ് ഉണ്ടല്ലോ, റോസ്റ്റഡ് കോഫി പൗഡേഴ്സ്. ഫിൽറ്റർ കോഫി ആക്കാൻ വേണ്ടി അത് യൂസ് ചെയ്തതിന് ശേഷം റെസിഡ്യൂ ഉണ്ടാവും. സോ അത് വെച്ചിട്ട് ഞാൻ ബോഡി സ്ക്രബ് ആക്കാറുണ്ട്. ആ ഒരു കോഫി പാർട്ടിക്കിൾസ് തന്നെ നമ്മുടെ ബോഡി വാഷിൻ്റെ കൂടെ കുറച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്താലും ആ ഒരു ജെൻറ്റിൽ സ്ക്രബ് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ബോഡിക്ക്. ഇറ്റ് ഈസ് വെരി ഗുഡ്. എപ്പോഴേലും ഒരു ആഴ്ചയിലൊന്നോ അല്ലെങ്കിൽ 2 ആഴ്ചയിലൊന്നോ ഒക്കെ നമ്മളൊന്ന് സെൽഫ് പാമ്പർ ചെയ്യുന്ന സമയത്ത് ഇതുപോലത്തെ ബോഡി സ്ക്രബ്സ് യൂസ് ചെയ്യുന്നത് വളരെ എഫക്റ്റീവാണ്, എസ്പെഷ്യലി ഡ്യൂറിങ് ദി സമ്മർ ടൈം. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ബേസിക്കലി സമ്മർ ടൈമിൽ സ്പെഷ്യലി യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ്. എത്രയൊക്കെ നമ്മൾ എക്സ്റ്റേർണലി പ്രൊഡക്ട്സ് യൂസ് ചെയ്തു എന്ന് പറഞ്ഞാലും ടേക്ക് കെയർ ചെയ്തു എന്ന് പറഞ്ഞാലും അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഇൻറ്റേർണലി നമ്മുടെ ബോഡീനെ ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളത്. ദാറ്റ് ഈസ് ഉറപ്പായും നല്ല രീതിയിൽ വെള്ളം കുടിക്കുക, സ്റ്റേ ഹൈഡ്രേറ്റഡ് ആൻഡ് ബോഡി കൂളിംഗ് ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസും നമ്മുടെ ഡയറ്റിൽ ഇൻകോപ്പറേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് കേർഡ്, രാഗി, വാട്ടർമെലൺ, കുക്കുംബർ, ഇതുപോലത്തെ പ്രൊഡക്ട്സ് ഒക്കെ നമ്മൾ കഴിക്കാനും ശ്രമിക്കണം കേട്ടോ. ഇത് ഭയങ്കര ക്ലീഷേ ആയിട്ടുള്ള ഡയലോഗാണ്, ബട്ട് വെരി ഇമ്പോർട്ടൻറ്റ് ഐ ഫീൽ. സോ ക്ലീഷേ പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സിൻ്റെ ലിങ്ക്സും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആയിരിക്കും. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ.